പ്രിയദർശിനി വിജയിക്കാൻ കാരണം കേരളത്തിലെ വനിതകളെ ദാരിദ്ര്യമാണോ? ഈ പറഞ്ഞത് ഞാനല്ല കേട്ടോ, നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയായ CP ജോണിന്റെ വചനങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് അദ്ദേഹം എന്താണ് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞതെന്ന് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ സയൻസ് ഒക്കെ പഠിക്കുകയും അതിനെക്കുറിച്ച് ആ ബിഹേവിയർ അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു പാവപ്പെട്ടവനായിട്ടൊരു പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി അല്ലേ? ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിയദർശിനി ബസിന്റെ സൗജന്യ യാത്രയുടെ ഉറവിടം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തു. പുതിയുഗ യാത്ര എന്നാണ് പേര്. കാരണം കേരളം മൊത്തത്തിൽ മാറ്റാനായിട്ടുള്ള ഒരു യാത്രയായിരുന്നു പുതിയുഗ യാത്ര. ആ പുതിയുഗ യാത്രയുടെ അവസാന ഘട്ടത്തിൽ, അതായത് അവസാന ദിവസം, നമ്മുടെ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആ വേദിയിൽ വരികയും 5 വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനത്തെ നമ്മുടെ കോൺഗ്രസുകാർ ഒരു പേരിട്ട് വിളിച്ചു, ഇന്ദിരാ ഗ്യാരണ്ടി. ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. എല്ലാ KSRTC ബസ്സിനും ആദ്യം സൗജന്യം കൊടുക്കുമെന്നായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനമെങ്കിലും അധികാരത്തിൽ കയറിക്കഴിഞ്ഞ് ജൂൺ 15 മുതൽ പ്രിയദർശിനി ബസ്സിൽ മാത്രമാണ് സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. എല്ലാ സ്ത്രീകൾക്കും കയറാം, അതായത് ജോലിയുള്ളവർക്കും ജോലിയില്ലാത്തവർക്കും, സർക്കാർ ഉദ്യോഗസ്ഥർക്കും സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്തവർക്കും, പാവപ്പെട്ടവർക്കും പണക്കാർക്കും എല്ലാവർക്കും കയറാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സൗജന്യ യാത്രയെ വളരെ മോശകരമായ രീതിയിലും സ്ത്രീത്വത്തെ വരെ അപമാനിക്കുന്ന രീതിയിലുമാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രിയായ CP ജോണിന്റെ വാദം. നമുക്ക് ആ വാദം ഒന്നും കൂടി ഒന്ന് വിശകലനം ചെയ്യാം. സമൂഹത്തിലെ വനിതകളുടെ സാമ്പത്തിക അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചത്. അപ്പോൾ രാഹുൽ ഗാന്ധിനെ അദ്ദേഹം ഒന്ന് ഉയർത്താൻ മടിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നു. എന്താ അതിശയിപ്പിക്കുന്നത് നമുക്ക് കേൾക്കണ്ടേ? പാവപ്പെട്ടവർ പണക്കാരനായി അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായി അഭിനയിക്കുന്നു. അപ്പോൾ ശരിക്കും താങ്കൾക്ക് ഇതിൽ എന്താണ് റോള്? അതായത് അധികാരം കിട്ടുന്നതിന് മുന്നേ, ജയിക്കുന്നതിന് മുമ്പ് താങ്കൾ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിച്ച അഭിനയം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ ജനങ്ങൾ അഭിനയിക്കുന്ന അഭിനയൊന്നും ഒരഭിനയമല്ല CP ജോണേ. എനിക്ക് മനസ്സിലാകാത്തത്, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. ഈ നാട്ടില് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരുടെ കുടുംബം, ആ കുടുംബത്തിലെ കുട്ടികളെ എവിടെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അധികാരത്തിൽ കയറി 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന മന്ത്രിമാരല്ല തീരുമാനിക്കേണ്ടത്. തന്റെ കുട്ടീനെ സർക്കാർ സ്കൂളിൽ വിടണോ പ്രൈവറ്റ് സ്കൂളിൽ വിടണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു മന്ത്രിയല്ല, പ്രത്യേകിച്ച് ഗതാഗത മന്ത്രിയോ ആരുമല്ല, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ പോലും അല്ല. തന്റെ കുട്ടികളെ എവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, അവർക്ക് ഏത് നിലയിൽ എത്തിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു മുഖ്യമന്ത്രിയും ഒരു ഗതാഗത മന്ത്രിയും ആരുമല്ല. അത് ആ കുട്ടികളുടെ മാതാപിതാക്കൾ മാത്രമാണ്. ഇനി സർക്കാർ സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനിപ്പോ എന്താ വേണ്ടേ? സർക്കാർ സ്കൂളുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. തന്റെ കുട്ടീനെ പ്രൈവറ്റ് സ്കൂളിൽ വിടണം ഒരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വിടണം. അല്ലാതെ സർക്കാർ സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാം അങ്ങോട്ടേക്ക് വിടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണോ? അല്ലല്ലോ. എന്നാൽ ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റ് സ്കൂളിൽ പോലും കുട്ടികളെ വിടാതെ സ്വകാര്യ സ്കൂളിൽ ചേർക്കാനാണ് സ്ത്രീകൾക്ക് ഇഷ്ടമെന്നാണ് പറയുന്നത്. ഈ സ്ത്രീ മാത്രമാണോ
കുട്ടികളെ എവിടെ പഠിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്? അല്ല, സി പി ജോണിന്റെ വീട്ടിലൊക്കെ സി പി ജോണിന്റെ ഭാര്യയാണോ തീരുമാനമെടുക്കുന്നത് നമുക്കറിയില്ല. ഇനി ആ ഒരു ലേവൽ വെച്ചിട്ടാണ് കേരളത്തിലെ പുരുഷന്മാരെ ഒന്നടങ്കം സൈഡാക്കി സ്ത്രീകളെ മാത്രം അപമാനിക്കുന്ന രീതിയിൽ ഈ ഇരട്ടത്താപ്പിന്റെ പരിപാടി ഉണ്ടല്ലോ, അത് സി പി ജോൺ തൽക്കാലത്തേക്ക് അങ്ങ് നിർത്തിവെച്ച്. കാരണം കേരളത്തിലെ സ്ത്രീകളെല്ലാം പണത്തിന്റെ പുറകെ പോകുന്നവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഇന്നേ വരെ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ സമൂഹം ഇവിടെ കേരളത്തിലുണ്ട്. പക്ഷെ നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ എന്താണ്? കുത്തി നിറച്ച് അതിലേക്ക് കയറുന്ന സ്ത്രീകളെ മാത്രമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. സൗജന്യ ബസ് യാത്ര എന്നൊരു പദ്ധതി നിങ്ങളാണ് കൊടുത്തത്, അല്ലാതെ കേരളത്തിലെ സ്ത്രീകൾ ചോദിച്ച് വാങ്ങിച്ചതല്ല, നിങ്ങളുടെ ഔദാര്യമല്ല. ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് സർക്കാർ ആശുപത്രിയിൽ. ഒരു രോഗി സർക്കാർ ആശുപത്രിയിൽ വരാന്തയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ വരാന്തയിൽ കിടക്കുന്നതിന് സ്ത്രീകളുടെ പിടലിക്കിട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ തലയിലേക്ക് മാത്രം കുറ്റം ചുമത്താനായിട്ട് എങ്ങനെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണിന് കഴിയുക? സർക്കാർ ആശുപത്രിയിൽ കടത്തിണ്ണയിൽ കിടക്കുന്നുണ്ടെങ്കിൽ ആ സർക്കാർ ആശുപത്രിയിലെ ബെഡിന്റെ അപര്യാപ്തത കൊണ്ടാണ്. ഇവിടെ സിസ്റ്റം മാറ്റാനായിട്ട് ഒരു മാന്യൻ വന്നിരുന്നു. ആ മാന്യന്റെ പേര് കെ മുരളീധരൻ എന്നാണ്. സിസ്റ്റം ഫെയിലിയർ ആണ്, സിസ്റ്റം മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ അത് കഴിഞ്ഞ് പല അങ്ങിങ്ങ സംഭവങ്ങൾ ഉണ്ടായിട്ടും, ആരോഗ്യ മേഖലയെ പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ സംസാരം ഉണ്ടായിട്ടും, കാര്യങ്ങൾ ഉണ്ടായിട്ടും, സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തേ ആ മാന്യൻ അവിടെ വരാത്തത്, അവിടെ സന്ദർശിക്കാത്തത്? ഇപ്പോൾ ആ മാന്യൻ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ജനങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ജനങ്ങൾ സ്ത്രീകളെല്ലാം ഔദാര്യം കൈപ്പറ്റുന്നവരാണെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ ഹെലികോപ്റ്ററിൽ സ്വന്തം ഭാര്യ പിതാവിനെ കാണാൻ വേണ്ടി പോയത് എന്തിനാണ്? 80 ലക്ഷം രൂപ പ്രതിമാസം വാടകയ്ക്ക് എടുക്കുന്ന ആ ഒരു ഹെലികോപ്റ്റർ പറന്നാലും പറന്നില്ലെങ്കിലും 25 മണിക്കൂർ ആ സൗജന്യ യാത്രയാണ്. അതായത് 80 ലക്ഷം രൂപ മാസം കൊടുക്കേണ്ടതാണ്, വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്ററാണ്. ആ ഹെലികോപ്റ്ററിൽ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുണ്ട്. കാരണം ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും VIP-കളെ കാണാനും അതേപോലെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും, പ്രളയം, പ്രകൃതി ദുരന്തം എന്നീ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും, മാവോയിസ്റ്റ് ആക്രമണത്തിലും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട യാത്രകൾക്കുമൊക്കെയാണ് ആ ഹെലികോപ്റ്റർ അനുവദിച്ചിട്ടുള്ളത്. അല്ലാതെ ഭാര്യാപിതാവിനെ കാണാൻ വേണ്ടിയിട്ടൊന്നും ഹെലികോപ്റ്റർ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ആരോഗ്യമന്ത്രി തൽക്കാലം വി ഡി സതീശന്റെ, മുഖ്യമന്ത്രിയായ വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്ര ന്യായീകരിക്കാനുള്ള തിരക്കിലാണ്. അല്ലാതെ പ്രളയം ബാധിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ കിടക്കുന്ന ആളുകളെ പോയി കാണാനൊന്നും കെ മുരളീധരന് സമയമില്ല. അതുകൊണ്ട് സി പി ജോൺ ഒരു കാര്യം മനസ്സിലാക്കുക, എത്രമാത്രം അഹങ്കരിച്ചാലും 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾ കുത്തിത്തരുന്ന വോട്ടിലാണ് നിങ്ങളുടെയൊക്കെ തലവരെയുള്ളത്. അതുകൊണ്ട് 2.0 ഇവിടെ വന്നു, 3.0 ലോഡിംഗ് ആണെന്ന് വിചാരിച്ച് സർക്കാരിന്റെ നെഞ്ചത്തിട്ട് അടിച്ചിട്ടാണ് നിങ്ങളെ പോലുള്ള ആളുകളെ ഇവിടെ അധികാരത്തിൽ കയറ്റിയിരിക്കുന്നത്. അപ്പോൾ അധികാരത്തിൽ കയറ്റി കഴിയുമ്പോൾ വോട്ട് ചെയ്ത ജനങ്ങളെ പിൻകാലുകൊണ്ട് തള്ളിക്കളയാൻ നിങ്ങളിപ്പോൾ കാണിച്ച ഓരോ മനസ്സും, അവരെ എച്ചികൾക്ക് തുല്യമെന്ന് വിളിക്കാൻ പറയാതെ പറഞ്ഞ സി പി ജോൺ, ഗതാഗത മന്ത്രിയെ സി പി ജോണിന്റെ ഈ വാക്കുകളെ ജനങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ചിലപ്പോൾ ഇതിന്റെ മറുപടി തരുന്നത് 5 വർഷത്തിന് ശേഷമായിരിക്കും. ഇനി താങ്കൾ മത്സരിക്കുമ്പോൾ താങ്കൾ ജയിക്കുമോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ കേൾക്കുന്ന ജനങ്ങളാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ സ്ത്രീകളെ മാത്രം അടച്ചാക്ഷേപിക്കുന്ന രീതി സി പി ജോൺ ഒട്ടും ചേർന്നതല്ല, പ്രത്യേകിച്ച് താങ്കൾ അലങ്കരിക്കുന്ന ആ പദവി.